മിഷൻ ക്വസ്റ്റ് 2024 രണ്ടാമത്തെ പഠന വിഷയം എവഞ്ചേലിയൻ ഉൻഷ്യാന്തി സുവിശേഷ പ്രഘോഷണം എന്ന അപ്പസ്തോലിക് എക്സോർട്ടേഷൻ അപ്പസ്തോലിക പ്രബോധനമാണ്. പോൾ ആറാമൻ മാർപ്പാപ്പ 1975 ഈ അപ്പസ്തോലിക പ്രബോധനം പുറപ്പെടുവിച്ചത്. നമുക്കറിയാം, രണ്ടാം വത്തിക്കൻ കൗൺസില് 1965 അവസാനിച്ചത്. അതിൻ്റെ 10ാം വാർഷികം എന്നുള്ള രീതിയിലാണ് ഈ ഒരു അപ്പസ്തോലിക പ്രബോധനം പുറത്തിറങ്ങിയത്. 1973 രണ്ടാം വത്തിക്കൻ കൗൺസിലിന് ശേഷമുള്ള സുവിശേഷവൽക്കരണ പദ്ധതികളുടെ അവസ്ഥയെപ്പറ്റിയുള്ള പഠനം നടത്താൻ മെത്രാന്മാരുടെ സിനഡ് ഒന്നിച്ചുകൂടിയപ്പോൾ അതിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങളുടെ ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു, ഇനി എങ്ങനെ മുന്നോട്ട് പോകണം, എന്താണ് നമ്മുടെ പ്രധാനപ്പെട്ട സുവിശേഷവൽക്കരണ വിഷയം എന്നുള്ളതിനെ പറ്റിയൊക്കെയുള്ള ചർച്ചയുടെ ഭാഗമായിട്ട് അതെല്ലാം കൂടി ആശയങ്ങളെ ക്രോഡീകരിച്ചിട്ടാണ് ഈ ഒരു അപ്പസ്തോലിക പ്രബോധനം മാർപ്പാപ്പ പുറപ്പെടുവിച്ചത്. 2025 അതിൻ്റെ 50ാം വാർഷികം ആചരിക്കാൻ പോവുകയാണ്. അതിനൊരുക്കമായിട്ടാണ് നമ്മൾ ഈ മിഷൻ ക്വസ്റ്റിൽ ഈ ഒരു രേഖയെ പഠിക്കാനായിട്ട് തീരുമാനിച്ചത്. നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ കർത്താവിൻ്റെ ഈ ലോക ജീവിതത്തിലെ ദൗത്യം അവസാനിച്ച് സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുൻപ് അവിടുന്ന് ഇനി മുന്നോട്ട് ചെയ്യാനുള്ള ദൗത്യത്തെപ്പറ്റി കൃത്യമായി പറഞ്ഞേൽപ്പിക്കുന്ന ഭാഗങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. മർത്തോയ്, മർക്കോസ്, ലൂക്ക, യോഹന്നാൻ അപ്പസ്തോലിക പ്രവർത്തനങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതിൻ പ്രകാരം കർത്താവ് പറയുന്നു, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതുവരെ നിങ്ങൾ കാത്തു നിൽക്കുക, നിങ്ങൾ ലോകമെങ്ങും പോയി സകല ജനതകളോടും സകല സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുക, ശിഷ്യപ്പെടുത്തുക, സ്നാനപ്പെടുത്തുക, പഠിപ്പിക്കുക, ലോകത്തിൻ്റെ അതിർത്തികൾ വരെ നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുക. ഈ ദൗത്യം ഏറ്റെടുത്തിട്ടാണ് അപ്പസ്തോലന്മാർ സഭയെ മുന്നോട്ട് നയിച്ചത്. ശിരസായ കർത്താവ് സ്ഥാപിച്ച സഭ, മൗതിക ശരീരമായിട്ടുള്ള സഭ, കർത്താവിൻ്റെ ദൗത്യം തന്നെയാണ് ഈ ലോകത്തിൽ തുടരുക. കർത്താവ് തൻ്റെ ദൗത്യം ആരംഭിച്ചപ്പോൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രഘോഷിക്കാനാണ് താൻ വന്നിരിക്കുന്നത് എന്ന്. എല്ലാ മനുഷ്യരും ദൈവത്തെ അറിയണം, ദൈവത്തെ സ്നേഹിക്കണം, ദൈവത്തെ ശുശ്രൂഷിക്കണം, മറ്റുള്ളവരെയും അതിനായി പ്രേരിപ്പിക്കണം. അങ്ങനെ അവസാനം എല്ലാവരും നിത്യരക്ഷ അനുഭവിക്കണം. ഇതാണ് കർത്താവിൻ്റെ ആ ദൗത്യത്തിൻ്റെ പ്രഖ്യാപനമായിട്ട് കർത്താവ് പറയുക. അപ്പോൾ ഈ കർത്താവ് തുടങ്ങിവെച്ച ദൈവരാജ്യത്തിൻ്റെ ദൗത്യം തുടരുക എന്നുള്ളത് അപ്പസ്തോലന്മാരെ ഏൽപ്പിച്ചു. അത് എല്ലാവരും, എല്ലാ ക്രിസ്ത്യാനികളും മാമോദീസ സ്വീകരിക്കുന്നത് വഴി ആ ദൗത്യത്തിൽ അവരവരുടെ രീതിയിൽ പങ്കാളികളാകുന്നുവെന്നാണ് സഭ പഠിപ്പിക്കുക. അതനുസരിച്ച് സുവിശേഷവൽക്കരണം എന്നുള്ളത്, ക്രിസ്തുവിനെ പ്രഘോഷിക്കുക എന്നുള്ളത് എല്ലാവരുടെയും ദൗത്യമായിട്ട് മാറുന്നു. അതുകൊണ്ട് തന്നെ സഭ പ്രകൃതിയാലെ പ്രേക്ഷിതയാണ്. സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത് അതാണ്. അന്തസത്ത, സഭയുടെ ഐഡൻറ്റിറ്റി ഉൾക്കൊള്ളുന്നത് ഈ പറയുന്ന പ്രേക്ഷിത പ്രവർത്തനത്തിലാണ് എന്നുള്ള കാര്യം ഈ എവഞ്ചേലിയൻ ഉൻഷ്യാന്തി എന്ന് പറയുന്ന ഡോക്യുമെൻ്റ് എടുത്തു പറയുകയാണ്. ദൈവം ലോകത്തെ സ്നേഹിച്ചതിൻ്റെ ഭാഗമായിട്ട് പിതാവ് പുത്രനെ ഈ ലോകത്തിലേക്ക് അയക്കുന്നു. പുത്രൻ തൻ്റെ ദൗത്യം അത്ഭുത പ്രവർത്തനങ്ങളിലൂടെ, സുവിശേഷ പ്രഘോഷണത്തിലൂടെ, തൻ്റെ സഹനത്തിലൂടെ, മരണത്തിലൂടെ, ഉത്ഥാനത്തിലൂടെ നിറവേറ്റിയിട്ട് ഈ ലോകത്തിൽ നിന്ന് പോയപ്പോൾ ആ ദൗത്യം പാവപ്പെട്ടവരോട് കൂടിയായിരിക്കുക, പാവപ്പെട്ടവർക്ക് വേണ്ടി സുവിശേഷം പ്രഘോഷിക്കുക, ആ ജനതയോടൊപ്പം ആയിരുന്നുകൊണ്ട് അവരുടെ ഇടയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് രോഗശാന്തി നൽകി സുവിശേഷം പ്രഘോഷിച്ച് മുന്നോട്ട് പോവുക എന്ന ദൗത്യം തന്നെയാണ് സഭ ഏറ്റെടുത്തിരിക്കുന്നതും നടത്തിക്കൊണ്ടിരിക്കുന്നതും. അതുകൊണ്ട് ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരും രക്ഷിക്കപ്പെടണമെന്നുള്ള ദാഹവും ആഗ്രഹവും അതിൽ നിന്ന് സഭയ്ക്ക് പുറകോട്ട് പോകാൻ സാധിക്കില്ല.
അങ്ങനെ നോക്കുമ്പോൾ ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും ക്രിസ്തുവിൽ നവീകരിക്കുക, പുതിയ സൃഷ്ടികളാക്കുക, ദൈവമായി അനുരഞ്ജനപ്പെടുത്തുക. ഇതാണ് സുവിശേഷവൽക്കരണത്തിൻ്റെ കാതലായിട്ട് നിലകൊള്ളുക. സുവിശേഷവൽക്കരണത്തെക്കുറിച്ചുള്ള ധ്യാനത്തിനായിട്ട് ഈ എവഞ്ചേരി നുൻഷ്യാന്തി എല്ലാവരെയും ക്ഷണിക്കുകയാണ്. ഈ ധ്യാനശേഷം എല്ലാവരും തന്നെ സുവിശേഷം പ്രഘോഷിക്കുന്നവരായി മാറുക എന്നുള്ള ആഗ്രഹവും കൂടി പങ്കുവയ്ക്കുകയാണ്. അതുകൊണ്ട് തന്നെ പറയുന്നു, ഇറ്റ് ഈസ് നെസസറി, ഇറ്റ് ഈസ് യുണീക്ക് ആൻഡ് ഇറ്റ് കനോട്ട് ബി റീപ്ലേസ്ഡ്. സുവിശേഷവൽക്കരണത്തെ പറ്റി പറയുന്നതാണ്. മനുഷ്യരക്ഷയിൽ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് അതിനുവേണ്ടി അടിസ്ഥാനമിടുന്ന ഒരു സുവിശേഷവൽക്കരണ ദാഹം, ആഗ്രഹം, തീക്ഷ്ണമായിട്ടുള്ള പ്രവൃത്തി, അതാണ് കാംക്ഷിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നു. ഇതിനുവേണ്ടി അടിസ്ഥാനപരമായിട്ടുണ്ടാകേണ്ടത് ദൈവം ആരാണെന്നുള്ള സത്യം, ദൈവം എന്താണ് ഈ മനുഷ്യനെ പറ്റി പദ്ധതി ഇട്ടിരിക്കുന്ന എന്ന സത്യം, അത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ സത്യത്തിൽ അടിസ്ഥാനമിട്ട സുവിശേഷവൽക്കരണമാണ് ഓരോരുത്തരും ചെയ്യേണ്ടത്. അത് ചെയ്യാനായിട്ട് തങ്ങളുടെ സമയം, തങ്ങളുടെ കഴിവുകൾ സാധിക്കുവാണെങ്കിൽ എല്ലാവരും തന്നെ തൻ്റെ ജീവിത സാക്ഷ്യം കൊണ്ട് അത് ചെയ്യണമെന്നും, അതിൽ കൂടുതൽ കഴിവുള്ളവർ പുരമുകളിൽ നിന്ന് പ്രഘോഷിക്കണമെന്നും, അല്ലെങ്കിൽ ഓരോരുത്തരും സാധിക്കുന്ന വിധത്തിൽ സുവിശേഷവൽക്കരണ ദൗത്യത്തിൽ പങ്കാളികളാകണമെന്നും ഈ ഡോക്യുമെൻ്റ് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇനി ജീവൻ കൊടുക്കേണ്ടി വന്നാൽ അതിനു പോലും തയ്യാറാകാൻ ഉദ്ബോധിപ്പിക്കുന്നു. ക്രിസ്തു താൻ തന്നെയാണ് സുവിശേഷം, അല്ലെങ്കിൽ സുവിശേഷവൽക്കരണത്തിൻ്റെ കാതൽ താൻ തന്നെയാണ് എന്ന് പല സ്ഥലങ്ങളിലും ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രഘോഷിക്കാൻ വേണ്ടി അയക്കപ്പെട്ടവനാണ് താനെന്നും, ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട് എന്നും, ദരിദ്രരെ സുവിശേഷം പ്രഘോഷിക്കാൻ അയക്കപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ കർത്താവ് പറഞ്ഞപ്പോൾ ആ ദൗത്യം തുടരണമെങ്കിൽ സഭയിൽ ഉണ്ടായിരിക്കേണ്ട സംവിധാനം എന്താണെന്ന് കൂടി കർത്താവ് പദ്ധതിയിട്ടു. അതിൻ്റെ ഭാഗമായിട്ടാണ് അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുക്കുന്നതും അവരെ പരിശീലിപ്പിക്കുന്നതും അവർക്ക് ദൗത്യം കൃത്യമായി ഏൽപ്പിക്കുന്നതും. അപ്പോൾ ഈ സത്യത്തോടുള്ള ശക്തമായിട്ടുള്ള ആ ഒരു ഇഷ്ടം സുവിശേഷവൽക്കരണത്തിന് ഇറങ്ങിത്തിരിക്കുന്നവർ കൊണ്ടാകണം. അപ്പോൾ യേശുക്രിസ്തു എന്ന സുവിശേഷത്തെ, എന്ന സത്യത്തെ മുറുകെ പിടിക്കണം. യേശുക്രിസ്തു വെളിപ്പെടുത്തി തന്ന ഏകദൈവത്തെ, ദൈവത്തിലെ മൂന്നാളുകളെ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ആളുകളെ ഏറ്റുപറയുന്ന ഒരു സുവിശേഷവൽക്കരണമാണ് നമുക്കുണ്ടാകേണ്ടത്. പരിശുദ്ധാത്മാവാണ് സുവിശേഷവൽക്കരണത്തിൻ്റെ പ്രോട്ടോഗോണിസ്റ്റ്, അല്ലെങ്കിൽ സുവിശേഷവൽക്കരണം നടത്തുന്നതിൻ്റെ ഏറ്റവും പ്രധാന കേന്ദ്ര അടിസ്ഥാന തന്തുവായിട്ട് നിലകൊള്ളുക. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ് സഭയുടെ വളർച്ചയുടെ അടിസ്ഥാനമായിട്ട് നമ്മൾ കാണുക. സുവിശേഷവൽക്കരണം ത്വരിതപ്പെടുത്താനായിട്ട് കാരണമായത് തീർച്ചയായിട്ടും പൗലോസ്ലീഹായുടെ മാനസാന്തരം അതിന് കാരണമായി പറയുന്നു. ഒപ്പം തന്നെ വിജാതിയർ ഒരുപാട് പേര് മാമോദിസ സ്വീകരിച്ച് സഭയുടെ ഭാഗമായി തീർന്നതും അതിൻ്റെ മറ്റൊരു കാരണമായിട്ട് കാണുകയാണ്. പത്രോസ്ലീഹയും മറ്റ് അപ്പസ്തോലന്മാരും പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് അന്ന് മുതൽ സുവിശേഷ പ്രഘോഷണത്തിലൂടെ സഭ ഈ ലോകത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. കർത്താവ് സഭയെ സ്ഥാപിച്ചു, വിശുദ്ധ കുർബാന സ്ഥാപിച്ചുകൊണ്ട് ആ സ്ഥാപിക്കപ്പെട്ട സഭ പെന്തക്കോസ്തയോടെ പരസ്യമായി ഈ ലോകത്തിൽ ജീവിക്കാൻ കാരണമായി. അതുകൊണ്ട് തന്നെ ആണ് സഭ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് പെന്തക്കോസ്തയിലാണ് എന്ന് നമ്മൾ പറയുക. അപ്പോൾ കർത്താവ് പറഞ്ഞ ആ ദൈവരാജ്യം, അത് ഈ ഭൂമിയിൽ എല്ലാവരും അറിയണം. ദൈവരാജ്യത്തെ പറ്റിയുള്ള അറിവുണ്ടാകണം. പിന്നെ അവർ സ്വർഗരാജ്യത്തിലേക്ക്, കർത്താവിനോടൊപ്പമുള്ള നിത്യമായിട്ടുള്ള ജീവിതത്തിലേക്ക് നിത്യരക്ഷ അനുഭവിച്ചുകൊണ്ട് വന്നു ചേരണം. ഇത് ഒരു രഹസ്യമാണ്.
മനസ്സിലാക്കാൻ അത്ര എളുപ്പമുള്ളതല്ല. ദൈവികമായിട്ടുള്ള രഹസ്യമാണ്. ഈ രഹസ്യമാണ് കർത്താവ് ഈ ഭൂമിയിൽ വന്ന് പ്രഖ്യാപിച്ചത്. എന്നാൽ അത് പൂർണ്ണമായി, ദൈവത്തിൻ്റെ ഈ രഹസ്യത്തെ പൂർണ്ണമായി നമുക്ക് മനസ്സിലായി എന്ന് പറയാൻ സാധിക്കില്ല. അല്ലെങ്കിൽ യേശുക്രിസ്തു ദൈവരാജ്യം പ്രസംഗിച്ചതുപോലെ തന്നെ ഈ ലോകത്തിൽ ദൈവരാജ്യം പ്രസംഗിക്കാനോ ഈ രഹസ്യങ്ങളെ മറ്റവർക്ക് കൊടുക്കാനോ ഒരുപക്ഷെ നമുക്ക് സാധിച്ചില്ലായിരിക്കും. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, രക്ഷയെപ്പറ്റിയുള്ള പ്രസംഗം വഴി പിശാചിനെയും പാപത്തെയും ജയിക്കാനായിട്ട് മനുഷ്യരെ ഉദ്ബോധിപ്പിച്ചുകൊണ്ട് അങ്ങനെ ഒരു യേശുനാഥൻ തുടങ്ങിവെച്ച ആ ദൗത്യം തുടരാനായിട്ടുള്ള ദൗത്യം നമുക്കെല്ലാവർക്കും ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. രക്ഷയും ദൈവരാജ്യ സ്ഥാപനവും സാധ്യമാണ്. അത് ചെയ്യാൻ സാധ്യമാകണമെങ്കിൽ അതിന് നമ്മളുടെ ഉദാരമായിട്ടുള്ള സഹകരണം ആവശ്യമാണ്. ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കുക എന്നുള്ള ദൗത്യം ഹൃദയപൂർവ്വം ഓരോരുത്തരും അവരാകുന്ന തലത്തിൽ ഏറ്റെടുത്താൽ മാത്രമേ ഈ ദൈവരാജ്യ സ്ഥാപനം സാധ്യമാവുകയുള്ളൂ. പൗലോസ്ലീഹ ഇക്കാര്യത്തെപ്പറ്റി വളരെ ബോധ്യമുണ്ടായിരുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ എനിക്കതിനകത്ത് അഹങ്കരിക്കാനൊന്നും വകയില്ല, അതെൻ്റെ കടമയാണ്. എന്നാൽ സുവിശേഷം ഞാൻ പ്രഘോഷിച്ചേ പറ്റൂ. അത് കൃത്യമായിട്ട് പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് സുവിശേഷ പ്രഘോഷണം എന്നുള്ളത് അത്യന്തം ആവശ്യമായ സഭയുടെ ദൗത്യമാണ്. അത് ക്രിസ്തുവിൻ്റെ ജീവിത രഹസ്യത്തിൻ്റെ വെളിപ്പെടുത്തലുകളാണ്. അത് ഓരോ ക്രിസ്ത്യാനിയും ചെയ്യാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മാമോദിസ സ്വീകരിക്കുന്നത് വഴി ആ ദൗത്യം നമ്മൾ ഓരോരുത്തരും ഏറ്റെടുത്തിരിക്കുകയാണ്. നമ്മുടെ ജീവിത സാക്ഷ്യം വഴി നമുക്ക് സുവിശേഷം പ്രഘോഷിക്കാം. ചിലപ്പോഴൊക്കെ ചില രാജ്യങ്ങളുടെ പ്രത്യേകതകൾ കൊണ്ടോ ചില സാഹചര്യങ്ങൾ കൊണ്ടോ ഒക്കെ പരസ്യമായി പ്രസംഗിക്കാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ പോലും നമ്മുടെ ജീവിത സാക്ഷ്യം ക്രിസ്തുവിനെ മറ്റുള്ളവർ കൊടുക്കുന്നവരാകണം. പരസ്പരം സ്നേഹിക്കുന്നത് വഴി നിങ്ങളെൻ്റെ ശിഷ്യന്മാരാണെന്ന് ഈ ലോകം അറിയട്ടെ എന്നുള്ള കർത്താവിൻ്റെ ആ ചിന്ത നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കണം. സഭയിൽ ഈ ദൗത്യം മാർപ്പാപ്പ പത്രോസിൻ്റെ പിൻഗാമി എന്നുള്ള രീതിയിൽ ഏറ്റവും മനോഹരമായിട്ട് അത് കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നു. ഓരോ പ്രാദേശിക സഭയിലും രൂപതകളിലും അഭിവന്യ മെത്രാന്മാർ ഇക്കാര്യം പ്രാദേശികമായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നു. അതിനോട് ചേർന്ന് നിന്ന് അൽമായർക്കും എല്ലാവർക്കും തന്നെ അതിൽ പങ്കാളികളാകാനുള്ള ദൗത്യമുണ്ട് എന്ന് മാത്രമല്ല, അതിൽ പൂർണ്ണമായിട്ട് സഹകരിക്കാനുള്ള കടമയുമുണ്ട്. ഈ ചിന്തകളെ നമ്മൾ ഈ പുസ്തകത്തിൽ, പ്രത്യേകിച്ച് ഈ അപ്പസ്തോലിക പ്രബോധനത്തിൽ കാണുമ്പോൾ അതിനുശേഷമുള്ള എല്ലാ അപ്പസ്തോലിക പ്രബോധനങ്ങളും അതിനെ എടുത്തു പറയുന്നതാണ് എന്നുള്ളത് നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കാം. അങ്ങനെ കൂടുതൽ ശക്തമായിട്ട് സുവിശേഷവൽക്കരണത്തിന് പാത തുറക്കപ്പെട്ട നമുക്ക് ആ പാതയിലൂടെ നടന്നു നീങ്ങാനായിട്ട് പരിശ്രമിക്കാം. ഒപ്പം തന്നെ ഏറ്റവും നല്ല രീതിയിൽ ഈ ക്വിസ് കോമ്പറ്റീഷനിൽ പങ്കാളികളാവുകയും ചെയ്യാം. ദൈവം അനുഗ്രഹിക്കട്ടെ.